ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു ക്രിസ്പി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ പൊട്ടറ്റോ സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പൊട്ടറ്റോസും കുറച്ച് പൊടികളും മാത്രം മതി ഈ ക്രിസ്പി സ്നാക്സ് തയ്യാറാക്കാൻ. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതുപോലെ തന്നെ ഇത് കഴുകുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അവർക്ക് പിന്നെ ലേസിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് തന്നെ മതി എന്ന് പറയും. കാരണം അത്രയ്ക്കും ടേസ്റ്റാണിത്. അതുപോലെ തന്നെ നല്ല ക്രിസ്പിയുമാണ്. ഇത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ 4 പൊട്ടറ്റോസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ വശവും ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ 4 പൊട്ടറ്റോസും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് ഇത് മുങ്ങത്തക്ക വിധത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. ഇനി എയറൊക്കെ ഒന്ന് പോയി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എയറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായി തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്തു. ഇനി ഗ്രേറ്ററിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും കട്ടകളില്ലാതെ നല്ല കറക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഗ്രേറ്ററിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. എല്ലാം ഇങ്ങനെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് മാത്രമാണ് കുറച്ച് വിഷമമുള്ളത്. ബാക്കിയെല്ലാം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് കുക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാനും പറ്റും. എന്നാൽ ഒട്ടും കട്ടകളില്ലാതെ കിട്ടുകയും ചെയ്യും. കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പം ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നൈസ് അരിപ്പൊടി, അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പൊടിയാണിത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ പൊടി, മുളക് പൊടി, അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ അയമോദകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതും കൂടി ചേർത്താലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുക. നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഇതിൽ പൊട്ടറ്റോസിലുള്ള വെള്ളം ഉണ്ടാകും. അതിൻ്റെ വെള്ളം ചേർക്കാൻ ആവശ്യമെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒന്ന് സോഫ്റ്റായിട്ട് നല്ല ഡോ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അധികം ഹാർഡായി പോകരുത്, അധികം സോഫ്റ്റും ആയി പോകരുത്. അങ്ങനെയുള്ള ഒരു പരുവത്തിലാണ് വേണ്ടത്. ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൈവച്ച് കുഴച്ചെടുത്തതിന് ശേഷം ബോൾസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. ഞാനിതിപ്പോൾ ഒരു പലകയിൽ വെച്ച് കൊടുത്ത് ഒന്ന് റോള് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിൽ പരത്തി വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിതിപ്പോഴെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി എണ്ണ ചൂടാകാനായി വെച്ചു. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം.
ഇത് അങ്ങനെ വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഉള്ളു വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് അതുകൊണ്ട് ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഇട്ട വാടും തന്നെ നമുക്ക് ഇത് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കരുത്, പൊടിഞ്ഞു പോകും. ഒന്ന് ചൂട് ആയതിന് ശേഷം തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ആ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കി കിട്ടും. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള പൊട്ടറ്റോസ് കൊണ്ടുള്ള സ്നാക്സാണിത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി, എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇനി കുട്ടികൾക്ക് ഷോപ്പിൽ നിന്നൊന്നും വാങ്ങണ്ട, എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള പൊട്ടറ്റോ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്